ലോകകപ്പിന്റെ സെമി ഫൈനൽ ചിത്രം വ്യക്തമാകാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. മൂന്നാം ക്വാർട്ടറിൽ മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് നോർവേയെ നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മത്സരം. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് മുഹസിൻ സീസ് ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി മുഹസിൻ, അങ്ങനെ കാത്തിരുന്ന പോരാട്ടമാണ് ഹാരി കെയ്ൻ വേഴ്സസ് എർലിംഗ് ഹാലൻഡ്. എന്താകും കളി? ഗോകുൽ, യൂറോപ്പിലെ ഏറ്റവും കരുത്തരായ രണ്ട് ടീമുകളുടെ നേർക്കുനിറയുള്ള ഒരു പോരാട്ടത്തിനാണ് ഇന്ന് മയാമി സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുന്നത്. നമുക്കറിയാം, ആക്രമണ ഫുട്ബോൾ തന്നെയാണ് ഇരു ടീമിൻ്റെയും കരുത്ത്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ക്രൊയേഷ്യക്കെതിരെ വലിയ വിജയം സ്വന്തമാക്കിക്കൊണ്ടാണ് അവർ ടൂർണമെൻറ്റിൽ തുടങ്ങിയത് തന്നെ. പിന്നീട് കാനക്കെതിരെ അല്പം ഒന്ന് പതറിയെങ്കിലും പനാമക്കെതിരെ ശക്തമായി തിരിച്ചു വന്നു. നോക്കൌട്ട് മത്സരത്തിൽ മെക്സിക്കോക്കെതിരെ വലിയ വിജയം സ്വന്തമാക്കി. ഒരു പ്രതിരോധ താരം റെഡ് കാർഡ് കണ്ട് പുറത്തായിട്ട് പോലും ഇംഗ്ലീഷ് നിര വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു. സൂപ്പർ താരം ഹാരി കെയ്ൻ തന്നെയാണ് ഇംഗ്ലണ്ടിൻ്റെ പ്രധാനപ്പെട്ട കരുത്ത്. 6 ഗോളുകളാണ് ഈ ടൂർണമെൻറ്റിൽ ഹാരി കെയ്ൻ സ്വന്തമാക്കിയത്. അവരുടെ മിഡ്ഫീൽഡിലേക്ക് വന്നാൽ ജൂഡ് ബെല്ലിംഗം കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം ഇരട്ട ഗോളാണ് അടിച്ചു കൂട്ടിയത്. അവരുടെ ഡെക്ലൻ റൈസ്, അതുപോലെ എലിയറ്റ് ആൻഡേഴ്സൺ, ഈ രണ്ട് കോംബോയെ മറികടന്ന് ഹാലൻഡ് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിരോധ നിരയിൽ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ റൈറ്റ് ബാക്കായ റീസ് ജെയിംസ് പരിക്ക് മൂലം പുറത്താണ്. റീസ് ജെയിംസ് ഇന്ന് കളിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതുപോലെ തന്നെ മാർക്ക് ഗുഹി പരിക്കേറ്റ് പുറത്തു പോയിട്ടുണ്ട്. മാർക്ക് ഗുഹിക്കും റീസ് ജെയിംസിന് പകരം ജോൺ സ്റ്റോൺസ് അല്ലെങ്കിൽ ഡാൻ ബേൺ എന്നീ രണ്ട് താരങ്ങളായിരിക്കും ഇന്ന് കളിക്കാൻ സാധ്യത കൂടുതൽ. വിങ്ങിൽ ചില പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ചും റൈറ്റ് വിങ്ങായ ബുക്കായോ സാക്ക അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലേക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ മറുവശത്ത് നോർവേ നോക്കുകയാണെങ്കിൽ ഏർലിംഗ് ഹാലൻഡിൻ്റെ ചുമലിലേറിയാണ് നോർവേ കളിക്കുന്നത്. ഹാലൻഡ് ഈ ടൂർണമെൻറ്റിൽ മാത്രം 7 ഗോളുകളാണ് അടിച്ചു കൂട്ടിയത്. ഒരു ക്ലിനിക്കൽ ഫിനിഷർ എന്ന് തന്നെ ഹാലൻഡിനെ കുറിച്ച് പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും അവരുടെ മാർട്ടിൻ ഒഡേഗാർഡ് നൽകുന്ന അസിസ്റ്റുകൾ കൃത്യമായി വലയിലെത്തിക്കാൻ ഹാലൻഡിന് സാധിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഹാലൻഡിന്റെ കാലിൽ പന്തെത്തിയാൽ അത് ഗോളാകുമെന്നതാണ് ഒരു പറച്ചിൽ. അതിന് സാധ്യതയുണ്ട് എന്നതാണ്. ഏതായാലും ആക്രമണകാരികളായ 2 സംഘങ്ങൾ നേർക്കുനേരെ വരികയാണ്. അതിന്റെ ഉദ്വേഗവും ആകാംക്ഷയും ഫുട്ബോൾ പ്രേമികൾക്ക് ആവോളമുണ്ട്. പ്രീമിയർ ലീഗിലെ സഹതാരങ്ങൾ നേർക്കുനേർ വരുന്ന യുദ്ധത്തിനാണ് ഇംഗ്ലണ്ട് നോർവേ മത്സരം കളമൊരുക്കുന്നത്. ക്ലബിൽ ഒരേ മനസ്സോടെ കിരീടത്തിനായി പോരടിക്കുന്ന താരങ്ങൾ ദേശീയ കുപ്പായത്തിൽ നേർക്കുനേർ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. പ്രീമിയർ ലീഗ് താരങ്ങളുടെ മുഖാമുഖമുള്ള പോരാട്ടത്തിനാണ് ഇന്ന് മയാമി സ്റ്റേഡിയം സാക്ഷിയാവുക. നിലവിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ആഴ്സണലിന്റെ ക്യാപ്റ്റനും നോർവേയുടെ മിഡ്ഫീൽഡ് എഞ്ചിനുമായ മാർട്ടിൻ ഒഡേഗാർഡ് ഒരു വശത്ത് കരുക്കൾ നീക്കുമ്പോൾ മറുവശത്ത് സഹകളിക്കാരായ ഡെക്ലൻ റൈസും ബുക്കായോ സാക്കയുമാണ് ഇംഗ്ലീഷ് ക്യാമ്പിന്റെ പ്രതീക്ഷ. ഒഡേഗാർഡിന്റെ കൃത്യതയാർന്ന അസിസ്റ്റുകൾ എതിർ ഗോൾ മുഖത്ത് ഭീഷണി സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. മധ്യനിരയിൽ തന്നെ നോർവേ ക്യാപ്റ്റനെ വളയാനായിരിക്കും ഡെക്ലൻ റൈസിന്റെ ശ്രമം. വിങ്ങുകളിലൂടെയുള്ള ബുക്കായോ സാക്കയുടെ ക്രോസുകൾ നോർവേയുടെ വല കുലുക്കുമോ എന്ന് കണ്ടറിയണം. നോർവേയുടെ സൂപ്പർ സ്ട്രൈക്കർ ഏർലിംഗ് ഹാലൻഡ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുമ്പോൾ മറുവശത്ത് പ്രതിരോധ കോട്ട ഒരുക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയിലെ സഹതാരങ്ങളായ ജോൺ സ്റ്റോൺസും നിക്കോ റെയ്ലിയുമാണ്. ഹാലൻഡിന്റെ ഓരോ മൂവ്മെന്റുകളും പോരായ്മകളും നന്നായി അറിയുന്ന ഇംഗ്ലീഷ് പ്രതിരോധം എങ്ങനെ തന്ത്രങ്ങൾ മെനയുമെന്നും കാത്തിരുന്നു കാണാം. പരസ്പരം നന്നായി അറിയുന്ന പ്രീമിയർ ലീഗ് സൂപ്പർ താരങ്ങൾ ക്വാർട്ടറിൽ കൊമ്പുകോർക്കുമ്പോൾ അന്തിമ വിജയം ആർക്കാകുമെന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. വേൾഡ് കപ്പ് ഡെസ്ക് 24. അതേ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരം 2:30 ഫിഫ ലോകകപ്പിൽ നോർവേയുടെ കുതിപ്പ് 3 മുൻ താരങ്ങൾക്ക് ഇരട്ടി മധുരമാണ്. തങ്ങൾക്ക് സാധിക്കാത്തത് മക്കളിലൂടെ യാഥാർത്ഥ്യമാക്കാൻ ഇറങ്ങി പുറപ്പെട്ട 3 പിതാക്കന്മാരുടെ യാത്ര. ഗോൾ വലയ്ക്ക് മുന്നിൽ എറിക് തോസ്വെറ്റ്, റൈറ്റ് ബാക്കിൽ ആൽഫിംഗെ ഹാലൻഡ്, മുന്നേറ്റ നിരയിൽ ഗോറാൻ സോർലോത്ത്. 1994 അമേരിക്കൻ മണ്ണിൽ വെച്ച് നോർവേ താരങ്ങൾ ഒരു സ്വപ്നം നെയ്തിരുന്നു. ആ സ്വപ്നം പൂർത്തിയാക്കാൻ ചോരയും നീരുമൊഴുക്കി പൊരുതി. എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ആ സ്വപ്നം കണ്ണീരോടെ അവസാനിച്ചു. ആ പോരാട്ടം അപൂർണമായി നിന്നു. വർഷങ്ങൾ കടന്നുപോയി. അമേരിക്കൻ മണ്ണിൽ വീണ്ടും ലോകകപ്പെത്തി. നീണ്ട 28 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നോർവേ വീണ്ടും യോഗ്യത നേടി. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. പിതാക്കന്മാർ പകർന്നു നൽകിയ പന്താട്ടം നെഞ്ചിലേറ്റിയ യുവതലമുറ. എർലിംഗ് ഹാലൻഡ്, ആൽഫിംഗെ ഹാലൻഡിന്റെ മകൻ. മുന്നേറ്റ നിരയിൽ അവനോടൊപ്പം തോളോട് തോൾ ചേർന്ന് അലക്സാണ്ടർ സൊർലോത്ത്, ഗോറാൻ സൊർലോത്തിന്റെ മകൻ. മധ്യനിരയിൽ കളിമെനയുന്ന ക്രിസ്ത്യൻ തോസ്വെറ്റ്, എറിക് തോസ്വെറ്റിന്റെ മകൻ.
മൂവരും നോർവേയുടെ ചുവപ്പും നീലയും കലർന്ന ജേഴ്സി അണിഞ്ഞ് മൈതാനത്തിറങ്ങി. പാതി വഴിയിൽ പൊലിഞ്ഞ സ്വപ്നങ്ങൾക്ക് നിറം നൽകിയായിരുന്നു മക്കളുടെ പ്രകടനം. തന്റെ ആദ്യ ലോകകപ്പ് മത്സരത്തിൽ തന്നെ എർലിംഗ് ഹാലൻഡ് ഇരട്ട ഗോളുമായി തുടങ്ങി വെച്ചു. സൊർലോത്തും ക്രിസ്ത്യനും അവനൊപ്പം ആ വിജയത്തിൽ പങ്കാളികളായി. അവിടെ തുടങ്ങിയത് പിതാക്കന്മാരുടെ അപൂർണമായ ദൗത്യം പൂർത്തിയാക്കാനുള്ള മക്കളുടെ പടയോട്ടമായിരുന്നു. മക്കളുടെ കളി കാണാൻ അവർ ഗാലറിയിലെത്തി. ചരിത്രം സൃഷ്ടിച്ച് നോർവേ ക്വാർട്ടറിലെത്തി. അവർ നിർത്തിയെടുത്തുനിന്ന് പുതുതലമുറ ആ യാത്ര തുടരുകയാണ്. സിംഹാസനത്തിലേക്കുള്ള സ്വപ്നതുല്യമായൊരു യാത്ര. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.